നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകി പോലീസ്. നാളെ ഷൈൻ ടോം ചാക്കോ ഹാജരാകണം. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, അപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുന്നു, നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിലെ അവിടെ അടുത്തുള്ള വീട്ടിലാണോ കൊടുത്തിട്ടുള്ളത് നോട്ടീസ്? എന്തെല്ലാമാണ് വിവരങ്ങൾ? നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് അല്പം മുൻപും ചർച്ച ചെയ്തതേ ഉള്ളൂ. ഒടുവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? സ്മിത, ഷൈൻ ടോം ചാക്കോ നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം സെൻട്രൽ ACPക്ക് മുൻപിൽ ഹാജരാകണം. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹോട്ടൽ ഇരിക്കുന്ന പരിധി അത് സെൻട്രൽ സ്റ്റേഷന്റെ സെൻട്രൽ SIക്ക് കീഴിൽ സെൻട്രൽ ACPക്ക് കീഴിൽ വരുന്ന സ്ഥലമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സെൻട്രൽ ACPയോട് ചോദ്യം ചെയ്യാൻ DCP നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത്. ഷൈൻ നേരിട്ട് ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള വിയോജിപ്പും അന്വേഷണത്തോട് രേഖപ്പെടുത്തില്ല എന്ന് ഷൈന്റെ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈൻ നേരിട്ട് ഹാജരാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഷൈൻ തൃശ്ശൂരിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ 10 മണിയോടുകൂടി ഷൈൻ പോലീസ് സ്റ്റേഷനിലെത്തും. പ്രധാനമായി 2 കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിയുന്നത്. അതിലൊന്ന്, എന്തിനാണ് ഈ ലഹരി പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ഓടിയത്? ഏതെങ്കിലും സാഹചര്യത്തിൽ ലഹരി കയ്യിലുള്ളത് കൊണ്ടാണോ ഓടിയതെന്ന് ചോദിക്കുന്നു. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, നേരത്തെ ലഹരി ഉപയോഗിച്ചു, അതായത് രാവിലെയോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? അതിൽ വൈദ്യപരിശോധന ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ തൊട്ടാണോ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന കാര്യങ്ങൾ, ഈ 2 കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഷൈനെ നാളെ രാവിലെ 10 മണിയോടുകൂടി ഷൈൻ ടോം ചാക്കോ എറണാകുളം സെൻട്രൽ ACPക്ക് മുൻപിൽ ഹാജരാകും. അല്പസമയം മുമ്പാണ് ഷൈന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ നോട്ടീസ് നൽകിയത്. ഷൈന്റെ വീട്ടിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അതായത് അവിടുത്തെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നൽകുകയും തുടർന്ന് ആ നോട്ടീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നുകൊണ്ടിരുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോ വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് നാളെ എന്തായാലും ഒരു ഉത്തരമാകും. നാളെ ഹാജരാകണം എന്ന് കാണിച്ച് ഷൈന് നോട്ടീസ് നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. നോട്ടീസ് അവിടെ എത്തിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും അടുത്തുള്ള ഷൈനിൻ്റെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. അത് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വീട്ടിൽ എത്തി നൽകുകയും നാളെ 10 മണി രാവിലെ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഷൈൻ ടോം ചാക്കോ അവിടെ എത്തിച്ചേരേണ്ടത്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചറിയുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, എന്തിന് ഓടി? കാരണം അത്തരത്തിൽ ഒരു പ്രകോപനവും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണോ ഓടിയത്, അതോ ലഹരി കയ്യിലുള്ളത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 10 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമോ? ഏതൊക്കെ രീതിയിലായിരിക്കും ഈ ഉത്തരങ്ങൾക്ക് മറുപടി നൽകുക? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത്. വിഷ്ണു പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് എന്തിനോടി, 2 കയ്യിൽ ലഹരി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ, അതോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്ന കാര്യവും. അപ്പോൾ ചിലപ്പോൾ രാസപരിശോധനയ്ക്കൊക്കെ വിധേയനായാൽ 90 ദിവസം വരെ മുടിയിൽ നിന്നൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനാവുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടം ഓടിയതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവുകയുമില്ലല്ലോ. ഇപ്പോൾ എന്തായാലും ഷൈനിന്റെ വീട്ടിൽ ഈ നോട്ടീസ് എത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുണ്ടോ? കൃഷ്ണ, അങ്ങനെ ഒരു പരിശോധനയ്ക്കൊന്നും പോലീസ് തയ്യാറാകുമെന്ന് നമ്മൾ കരുതുന്നില്ല. പ്രത്യേകിച്ച് പോലീസിന് അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രാഥമിക തെളിവും ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ രാസപരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യം കണ്ടെത്താനാകണം. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. ആ റൂം അരിച്ചു പിറക്കിയെങ്കിലും അവിടെ നിന്ന് ആകെ കിട്ടിയത് ഒരു മദ്യക്കുപ്പി മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അതുകൊണ്ട് രാസപരിശോധനയിലേക്കൊക്കെ പോലീസ് പോകുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമായിരിക്കും. പ്രത്യേകിച്ച് അത് കോടതിയിലടക്കം പിന്നീട് ചോദ്യം ചെയ്യപ്പെടുകയും പോലീസിന് വിമർശനമൊക്കെ ഏൽക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഈ ഡാൻസ് ടഫ് ടീം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സംഘം പോലീസിന് DCPക്ക് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ അവിടെ ലഹരി പരിശോധനയുടെ ഭാഗമായി ആ മുറിയിൽ എത്തിയതാണ്. പക്ഷേ ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ഈ സിനിമാ താരം അവിടെ നിന്ന് അതിസാഹസികമായി 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് ചാടി 2-ാം നിലയുടെ കോറിഡോറിലൂടെ റിസപ്ഷൻ വഴി ഓടി രക്ഷപ്പെട്ടു പോയി. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ അയാൾ നിൽക്കുക പോലും ചെയ്തില്ല. ഞങ്ങൾ പോലീസാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ ഓട്ടത്തിൽ ആ കടന്നു
കടന്നുകളയിൽ ചില ദുരൂഹതകളുണ്ട്. ഇയാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ നിരീക്ഷണത്തിലുള്ളയാളാണ്. പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട ഇയാളുടെ ഇടപെടലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഇയാളുടെ കടന്നുകളയിലുമായി ബന്ധപ്പെട്ട് വിശദമായ തുടരന്വേഷണം വേണം എന്നാണ് ഡാൻസ് ഓഫ് സംഘം DCPക്ക് നൽകിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനെ ഇപ്പോൾ സെൻട്രൽ ACP നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ ഷൈൻ എത്തുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റ് വിയോജിപ്പുകളൊന്നും ഷൈൻ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഷൈൻ ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോലീസിനെയും മാധ്യമങ്ങളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് അയാൾ വളരെ സേഫ് സോണിലാണെന്ന് ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ തെളിവുകളൊന്നും കിട്ടാത്ത പശ്ചാത്തലത്തിൽ, ഈ ലഹരിയുടെ അംശങ്ങളൊന്നും കിട്ടാത്ത പശ്ചാത്തലത്തിൽ അയാൾ സേഫ് സോണിൽ തന്നെയാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ ഷൈൻ അങ്ങനെ വെല്ലുവിളികളൊന്നുമില്ല, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അറസ്റ്റോ മറ്റു നടപടിയിലേക്കോ പോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നുമില്ല. ചോദിക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അതിലൊരു തുടരന്വേഷണം നടത്തി പിന്നീട് കേസെടുത്ത് പിന്നീട് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലേക്ക് അറസ്റ്റിലേക്കൊക്കെ പോകും. അത് വളരെ സമയമെടുക്കുന്ന, അല്ലെങ്കിൽ അതിലൊക്കെ ഒരു വിദൂര സാധ്യത മാത്രമുള്ള ഒരു കേസാണ്. നിലവിൽ ഷൈൻ നേരിട്ട് വരിക, ഈ ചോദ്യങ്ങൾക്കൊക്കെ അഭിമുഖീകരിക്കുക, എന്തിനോടി എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്താൽ അവിടെ നിന്ന് സുഖമായി പോകാനാകും. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രോസസ്സുകളൊന്നും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇത് ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ഓടി എന്നുള്ളതാണ്. കാരണം ഷൈനെതിരെ പരാതിയോ കേസോ എന്നുള്ള നമ്മൾ നേരത്തെയൊക്കെ ആവർത്തിച്ചതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പോലും മീറ്റിംഗ് നടത്തി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞിരുന്നു ഈ ലഹരി മാഫിയെ ചെറുക്കാനുള്ള നടപടികൾ നമുക്കൊപ്പം ചേർന്നു. അപ്പൊ എന്തായാലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് തൃശ്ശൂരിലെ വീട്ടിലേക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴി എത്തിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നാളെ 10 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകണം. ഇപ്പോൾ വിഷ്ണു നൽകിയ വിവരങ്ങൾ അനുസരിച്ച് എന്തിനു ഓടി, പരിശോധനയ്ക്ക് എത്തിയപ്പോൾ എന്തിനു ഓടി, ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ അതിനുള്ള ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ അതിൽ എന്താണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും നടൻ. അതിന് മാത്രമാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മറ്റ് നിയമ നടപടികളിലേക്കൊക്കെ പിന്നീട് ഏതെങ്കിലും തരത്തിൽ അതുപോലുള്ള പരാതികൾ വരുമ്പോഴോ അതുപോലുള്ള തെളിവുകളോ മറ്റോ വരുമ്പോൾ മാത്രമേ കടക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞത്.